ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ ബ്രൗൺ വണ്ടി ടെസ്റ്റ് വർക്ക് ആണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ബോഡി പാർട്സൊക്കെ അഴിച്ചൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ അഴിച്ചേക്കണം. അതായത് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ചേസ് ഡയറക്റ്റ് നമുക്ക് അടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കിയാണ്. പിന്നെ ബോഡി പാർട്സുകളൊക്കെ ഇതേ രീതിയിലാണ് നമ്മൾ അഴിച്ചേക്കണേ. എല്ലാ പാർട്സുകളും തന്നെ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് മാറ്റേണ്ട പാർട്സുകളുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ മിറർ ഒടിഞ്ഞിരിക്കുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് മിറർ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ നമുക്ക് പഞ്ചിങ് ടൈപ്പ് ആക്കി ഇടേണ്ടി വരും. അതേപോലെ തന്നെ സ്റ്റിക്കർ മേടിച്ച് കൊടുക്കണം. അതേപോലെ ഇൻഡിക്കേറ്റർ 2 പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല, വലിയ കളർ പോയിട്ടില്ല. 2 കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റണം. പിന്നെ ആക്സിലേറ്റർ കേബിള്, ബ്രേക്ക് കേബിള്, ക്ലച്ചിൻ്റെ കേബിളുകളൊക്കെ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ മാറ്റണം. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് ചെറിയ ടൈറ്റ് ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അത് ഇപ്പോൾ കൂട്ടത്തിക്കടെ ആണെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു ലേബർ ചാർജ് വരും. ആ കൂട്ടത്തിക്കടെ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കടെ മാറ്റി പോകണമായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ അഴിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് വരും. പിന്നെ ഈ ഫോർക്കിൻ്റെ സൈഡ്, ഈ സൈഡൊക്കെ ചെറിയ ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ സീൽ മാറ്റുന്നുണ്ടെങ്കിലും കൈയോടെ അത് കൊടുത്ത് മാറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ ഒരു ലേബർ ചാർജിൽ അതൊക്കെ കഴിഞ്ഞ് പോയിക്കോളും. അതല്ല പിന്നീട് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ അതിന് അഡീഷണൽ ലേബറും കൊടുക്കണം. ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിലാകുമ്പോൾ സ്പെയർ മാത്രമേ നമുക്ക് അഡീഷണൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് അഴിച്ച് പെയിൻറ്റിങ് റീസെറ്റ് ചെയ്യുന്നതിനൊരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിനകത്ത് പരമാവധി വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് ഇപ്പോൾ ഫോർക്കിൻ്റെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വീഡിയോ കണ്ട് നിങ്ങളുടെ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ഫോർക്കിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റാം. വീൽ ബെയറിങ്ങുകളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, എയർ ഫിൽറ്റർ, പ്ലഗ്, അങ്ങനത്തെ ഐറ്റംസ് മാറ്റിയിട്ട് പൊല്യൂഷൻ്റെ വർക്ക് കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈസറിൻ്റെ മുകളിൽ തന്നെ ഈ വിൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം പുതിയത് എഴുതിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ പഴയ തന്നെയാണ് വെച്ചേക്കണേ. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ്ങിൻ്റെ പൈസ ഓൾറെഡി കസ്റ്റമർ നേരിട്ട് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലാണ് കൊടുക്കണം. ആ വാട്ടർ സർവീസിൻ്റെ പൈസയും അവിടെ തന്നെ കൊടുക്കണം. നമുക്ക് വരുന്ന ചിലവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നമ്മുടെ ഈ സ്പെയർ പാർട്സും ലേബർ ചാർജൊക്കെ അടക്കം ഏകദേശം നോക്കിയിട്ട് അത്ര വരുന്നത് ഏകദേശം ഒരു 8 സംതിങ് ഒക്കെ വന്നോളൂ. നമുക്ക് ഏകദേശം 8-9 രൂപ അടുത്ത് നമുക്ക് മൊത്തത്തിൽ ചിലവ് വരും. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ കോൺസെപ്റ്റ് ഫോർക്കോയിലൊക്കെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറഞ്ഞേക്കാം. പക്ഷേ അത് നഷ്ടമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർക്കിൻ്റെ കേസൊക്കെ നമ്മളുണ്ടല്ലോ, അപ്പോൾ അഴിക്കുന്ന സമയത്ത് ഫോർക്കിൻ്റെ ഈ സ്റ്റീൽ പൈപ്പിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എസ്റ്റിമേറ്റിലൊന്നും കൂട്ടിയിട്ടില്ല, അത് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് അഡീഷണലായിട്ട് വരും. പിന്നെ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റാണ് കാണിച്ചേക്കണത്. വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ. അതിന് ശേഷം മാത്രം അപ്രൂവൽ കൊടുക്കാം, അതായത് പണിയാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാം കേട്ടോ. നമുക്കതിന് പെർമിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആ രീതിയിൽ വർക്ക് കാര്യങ്ങൾ പാർട്സൊക്കെ ഓർഡറിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ആ നമ്പറിൽ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതും പ്രകാരം മാത്രം അപ്രൂവൽ കൊടുക്കുക. ഓക്കെ. പിന്നെ ഈ ബാക്ക് ടയറൊക്കെ നിസ്സാരമുള്ളൂ കേട്ടോ. അത് നമുക്ക് കൺസൾട്ടൻസിയിലൊന്ന് ചോദിച്ചോ, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത്യാവശ്യം കുറച്ച് ഓടാനൊക്കെ ഉണ്ട്. പിന്നെ ടെസ്റ്റിന് അതൊക്കെ പ്രോബ്ലം വരുമെന്നുള്ള കേസ് ഒന്ന് അവരുടെ അടുത്തൊന്നും കൂടി ഒരു ഒപ്പീനിയൻ ചോദിച്ചോളൂ. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.